ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ. ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. പെരിങ്ങനം എസ്.എൻ. സ്മാരകം യു പി സ്കൂളിൽ 98-ാം വാർഷികാഘോഷവും വിജ്ഞാനവേദി മെഗാ ക്വിസ് ഗ്രാൻഡ് ഫിനാലെയും നടത്തി. ഇ.ടി. ടൈസൺ എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നുമില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ നേടിയെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് അല്ലേ? നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലും ചിലപ്പോൾ പക്ഷേ സാമ്പത്തികമായി ഒക്കെ വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളും അത് പറയാറുണ്ട്, എനിക്ക് ലഭിക്കാതെ പോയിട്ടുള്ള വിദ്യാഭ്യാസം എൻ്റെ മകനോ മകൾക്കോ ലഭിക്കണമെന്ന് നന്നായി വാശി പിടിക്കുന്ന സമൂഹമാണ് നമ്മുടെ സമൂഹം, കേരളീയ സമൂഹം. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ തൊഴിലുറപ്പ്, കുടുംബശ്രീ അല്ലെങ്കിൽ സാമ്പത്തികമായി വിഷമം സഹിക്കുന്ന ആളുകളുടെ മക്കൾ ഉൾപ്പെടെ അഭിമാനപൂർവ്വം പറയുന്നു, മക്കൾ പഠിക്കുന്ന കേന്ദ്രം ചിലപ്പോൾ ഒരുപക്ഷെ വളരെ അകലെയായിരിക്കും. എന്നോട് ഈ അടുത്ത അവസരത്തിൽ ഒരു ചേച്ചി എന്നോട് പറഞ്ഞു, എൻ്റെ മകൾ പഠിക്കാൻ പോകുന്ന കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞ് അവള് കാനഡയിലാണ് പോകുന്നതാണ്. കാനഡ എന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്ക് തോന്നുന്നു കുറേ ആലോചിക്കാൻ പോലും പറയാൻ തന്നെ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. കുറച്ച് മുമ്പായിരുന്നെങ്കിൽ കാനഡയിൽ പോകുന്നു. കാനഡയിൽ പോകുമ്പോൾ അതിൻ്റെ പണം ചോദിച്ചപ്പോഴുണ്ടല്ലോ, പണം നമ്മുടെ ഒരു അടുത്ത ബാങ്കിനോട് ചോദിച്ചിട്ടുണ്ട്, ബാങ്ക് തരാൻ നേരിട്ടുണ്ട്. മാത്രമല്ല അവിടെ എന്ത് ചെയ്യുന്നു, പഠനത്തോടൊപ്പം ചെറിയ ജോലിയും ഏർപ്പാടാക്കിയിട്ടുണ്ട് അല്ലേ? അങ്ങനെയുള്ള അങ്ങനെ പഠിക്കുന്നു. കുട്ടികൾക്ക് അങ്ങനെ ഒരു ഉറപ്പുണ്ടോ? അത്രയും ലക്ഷം എന്ന് കേട്ടാൽ തന്നെ ഞെട്ടും. 10-14 ലക്ഷം രൂപ ഉപയോഗിച്ചിട്ട് കടമെടുത്ത് പോയി വിദേശത്ത് പോയി പഠിച്ചു വന്ന് ഞാനിതങ്ങനെ വീട്ടുമെന്ന് ആലോചിച്ച് ഒരു രക്ഷിതാവും സംഭവിക്കാൻ പോകുന്നില്ല അല്ലേ? അതൊക്കെ മാറി. എവിടെ പോയിട്ടും വിദ്യ നേടുക, പഠിക്കുക, സമ്പാദിക്കുക, അവരൊരു ജീവിത ലക്ഷ്യം കൈവരിക്കുന്ന നിലയിലേക്ക് നമ്മുടെ കുട്ടികൾ വളരുന്നു എന്നുള്ളത് എന്തൊരു സന്തോഷം നൽകുന്ന കാഴ്ചയാണ്. പെരിങ്ങനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. രാജു അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി മാഷ് കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ല് അതുവരെ അഭിമാനം പണയം വെച്ചുകൊണ്ട് ജീവിച്ചിരുന്ന അധ്യാപക സമൂഹത്തിന് ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള, തലയെടുപ്പോടെ നിലനിൽക്കാനുള്ള, സമൂഹത്തിനെ വാർത്തെടുക്കുന്നവർ അവർക്ക് സമൂഹത്തിൽ പ്രഥമ സ്ഥാനമുണ്ടെന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യത്തിൽ രൂപപ്പെട്ടത് ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. തിരക്കഥാകൃത്ത് പി.എസ്. റഫീഖ് മുഖ്യാതിഥിയായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. രമേശ് ബാബു ഉപഹാര സമർപ്പണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷീബ മുരളി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി.എൽ. ഗോപിനാഥൻ, പഞ്ചായത്ത് അംഗം ബിന്ദു ജയൻ, സ്കൂൾ മാനേജർ പി.എസ്. വത്സൻ, പ്രധാനാധ്യാപിക സി.ടി. സംഗീത, പി.ടി.എ. പ്രസിഡന്റ് സനിത ഷാജി, എം.പി.ടി.എ. പ്രസിഡന്റ് കലാരഞ്ജിനി മനോജ്, അധ്യാപകരായ കെ.ഡി. രശ്മി, ടി.വി. വിനോദ്, കെ.എൻ. പ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ആഘോഷങ്ങൾക്കിനി രാജകീയ വേദി സമ്മാനിക്കാൻ എസ്.കെ. പാലസ്, ദ ലക്ഷൂറിയസ് കൺവെൻഷൻ സെന്റർ വെൽക്കംസ് യു. ലോകോത്തര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ. അതിമനോഹരമായ AC, non-AC ബാങ്കറ്റ് ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു. അതിഥികൾക്ക് സ്നേഹവിരുന്നൊരുക്കാൻ 16,000 സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ. കൂടാതെ വൈഡ് സ്റ്റേജസ്, സ്പേഷ്യസ് കിച്ചൺ, ബ്യൂട്ടിഫുൾ ലൗഞ്ച്, ലിഫ്റ്റ് ഫെസിലിറ്റി, കിഡ്സ് പ്ലേ സോൺ, ആംബിൾ കാർ പാർക്കിംഗ്, മോർ ആൻഡ് മോർ. ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ വെഡിംഗ്, റിസപ്ഷൻസ്, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, ഓൾ ഗെറ്റ് ടുഗദർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണപ്പൊലിമയേകാൻ എസ്.കെ. പാലസ് ഒപ്പമുണ്ട്. വരൂ, ആഘോഷങ്ങൾ നമുക്കിവിടെ നിന്നും തുടങ്ങാം. എസ്.കെ. പാലസ് കൺവെൻഷൻ സെന്റർ, എടത്തിരുത്തി സൗത്ത്, തൃശൂർ. www.skpalace.in